എടേ നടരാജ, നീ ഒന്നും ഇങ്ങനെ നടന്നിട്ട് കാര്യമില്ല. നിന്റെ ക്ലീറ്റസ് നേതാവ് വലിയ വിഷമത്തിലാണ്. അതെന്താണ്? അതെന്താന്ന് വെച്ചാൽ നിനക്കറിയത്തില്ലേ, അവന്റെ പാർട്ടി പ്രവർത്തനങ്ങളൊന്നും ഉഷാറല്ല എന്നാണ് അവൻ പറയുന്നത്. നിന്നെ പോലുള്ള അണികൾ ഉണ്ടായിട്ട് എന്താണ് കാര്യം? അല്ല, എന്റെ ജീവൻ മുഴുവൻ ഞാൻ പാർട്ടിയിൽ അർപ്പിച്ചിരിക്കല്ലേ. ജീവൻ അർപ്പിച്ചിട്ട് എന്താ കാര്യം? പാർട്ടിയിൽ ഇറങ്ങി പ്രവർത്തിക്കണം നല്ലോണം. ഞാൻ പ്രവർത്തിക്കുന്നുണ്ടല്ലോ. പ്രവർത്തിച്ച് കണ്ടാ മതി. അതിന്റെ ആണല്ലോ ഇപ്പൊ ഓടി നടക്കുന്നത്. നീ പ്രവർത്തിച്ചതിന്റെ ആണ്. ഇതെന്ത്? ഈടെ നിന്റെ അടുത്ത് കുറെ നേരമായിട്ട് പറയുന്നില്ലേ ഇത് ക്ലീറ്റസിനുള്ള സാധനമാണെന്ന്. അവൻ വരട്ട്. എനിക്ക് ഒരെണ്ണം. അത് വരട്ടെ, തരാം. നിങ്ങൾ നേരത്തെ എത്തിയോ? ഞാൻ പറയാ എന്താണ് ഒരു വിഷമം പോലെ? ഒന്നുമില്ല, പാർട്ടിയുടെ ഓരോരോ പ്രശ്നങ്ങളെ മേളിൽ നിന്ന് പ്രസിഡന്റ് വിളിച്ച് സംസാരിച്ചു. പ്രവർത്തനങ്ങളൊക്കെ പോരാ, കുറച്ചുകൂടെ ഊർജ്ജമാക്കണമെന്ന് പറഞ്ഞിട്ടേ. അപ്പൊ അതിൻ്റെതായ കുറെ ടെൻഷൻ. കേട്ടോ, ഞാൻ നേരത്തെ പറഞ്ഞല്ലേ ഉള്ളൂ. അളിയൻ വിഷമിക്കണ്ട, അതൊക്കെ നമുക്ക് ഉഷാറാക്കാം. നീ ഇതാ ഈ ചക്ക വറ്റൽ അങ്ങോട്ട് തിന്ന്. ഞാൻ നിനക്ക് വേണ്ടി പ്രത്യേകം ഉണ്ടായിക്കൊണ്ട് വന്ന വീട്ടിൽ നിന്നൊരു ചക്ക കിട്ടും. അപ്പൊ ഞാൻ വൈഫിനോട് പറഞ്ഞു ക്ലീറ്റസിന് ഭയങ്കര ഇഷ്ടമാണ് ചക്കവറ്റലെന്ന്. അതുകൊണ്ട് നിനക്ക് വേണ്ടി പ്രത്യേകം വറുത്ത് കൊണ്ടുവന്നേ. അന്നേരം മുതൽ ഇതിനകത്തിട്ട് പിടിക്കുക. തിന്ന്. കൊള്ളാം. അതെ, നമുക്കൊന്ന് വൈകിട്ട് നമുക്ക് 3 പേർക്കും കൂടെ ഒന്ന് പുറത്ത് പോയിട്ടെ ചെറുതായിട്ടൊന്ന് കൂടിക്കൂടെ? പിന്നെന്തോ എൻ്റെ ചിലവാ. അളിയന്റെ ചിലവാ? നല്ല കോളം കിട്ടിയോ? ലക്ഷണം ഉണ്ടല്ലോ. ഒന്നുമില്ല, കുറെ നാളായിട്ട് ആലോചിക്കുക ഈ പാർട്ടിയുടെ ഈ ടെൻഷനും പ്രശ്നങ്ങളൊക്കെ. നമുക്ക് മാത്രമായിട്ട് നിന്നും മനസ്സ് പറഞ്ഞ് കുറച്ച് നേരം സംസാരിക്കണേ. ശരി, ചക്കവറ്റില് കൊള്ളാം. ഇനി വേണ്ട ഒരു ഫുൾ ചക്ക വറ്റല ഞാൻ നിനക്ക് ഫുൾ ചക്ക വറ്റലാക്കി നിനക്ക് വീട്ടിൽ തരുന്നതായിരിക്കും. തക്ലിക്കൊക്കെ ഭയങ്കര ഇഷ്ടമാണ്. ഈ വീട്ടിൽ കൊണ്ടുപോകാൻ മറക്കണ്ട കേട്ടോ. ഇത് ഇവിടെ വെച്ചിരുന്ന ഇത് മൊത്തം തീർക്കും. ഒരു പാക്കറ്റ് എനിക്ക് കൂടെ വേണം. നിനക്ക് തരാം. പോരെ? അപ്പോൾ ശരി, അപ്പം ഞങ്ങൾ ഇറങ്ങട്ടെ. ഞാൻ വിളിക്കാം. ശരി, ഇപ്പം ശരി. ഓക്കെ.